ന്യൂയോർക്കിലെ ചട്ടി കേരളീയ വിഭവങ്ങളുമായി ശ്രദ്ധ തേടുന്നു. പണ്ടുകാലത്ത് ലോകത്തിന്റെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു ഇന്ത്യ. 1500 വർഷത്തോളം യുറേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ തന്റെ പലതരം സംസ്കാരങ്ങൾ കൈമാറുകയുണ്ടായി. കല, മതം, ഗണിതം, ജ്യോതിശാസ്ത്രം, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷണം, കച്ചവടം എന്നിവയിലെ ഇന്ത്യയുടെ കണ്ടുപിടുത്തങ്ങൾ ലോക സംസ്കാരങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. ആങ്കോർ വാട്ട്, ചൈനയിലെ ബുദ്ധമതം, റോമൻ കച്ചവടം, പൂജ്യത്തിന്റെ കണ്ടുപിടുത്തം എന്നിവയെല്ലാം ഇന്ത്യയുടെ സ്വാധീനം കാണാനാവും. എന്നിരുന്നാലും ഇന്ത്യയുടെ ചരിത്രപരമായ സ്വാധീനം പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുവെന്ന് ചിത്രകാരൻ വില്യം ഡാൽറിംബിൾ പറയുന്നു. കേരള വിഭവങ്ങളുടെ ആദ്യത്തെ ആഡംബര റെസ്റ്റോറന്റായ ചട്ടിയിൽ നടന്ന പ്രത്യേക ആഘോഷത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലർ ജനറൽ ബിനയ് ശ്രീകാന്ത് പ്രധാൻ കേരളത്തിന്റെ ചരിത്രപരമായ വിവരണം, പുരാതന കച്ചവടം, ഭക്ഷണം, പാരമ്പര്യങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി സംസാരിക്കുകയുണ്ടായി. റോമിനെ മോചനദ്രവ്യം നൽകാൻ നിർബന്ധിതരാക്കിയ ആളുകൾ 5000 പൗണ്ട് സ്വർണവും 3000 പൗണ്ട് ഇന്ത്യൻ കറുത്ത കുരുമുളകുമാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടുതന്നെ പണ്ടുകാലത്ത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് സ്വർണത്തിന് തുല്യമായ വിലയുണ്ടായിരുന്നു. പ്രശസ്ത ചിത്രകാരൻ വില്യം ഡാൽറിംബിളിന്റെ ദി ഗോൾഡൻ റോഡ് എന്ന പുസ്തകത്തിൽ നിന്നാണ് അംബാസഡർ പ്രധാൻ ഈ കാര്യം പറഞ്ഞത്. Today's headlines brought to you by Malabar Gold and Diamonds.